ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. KTM ഡ്യൂക്കിൻ്റെ പല മോഡലുകൾ ഇറക്കി. ഇതാ പുതുതായി മറ്റൊരു മോഡലായ ഡ്യൂക്ക് 890 ഇറക്കാൻ പോവുകയാണ്. ഡ്യൂക്ക് 390ക്ക് ശേഷം അതിന് മുകളിലായി വന്ന മോഡലാണ് ഡ്യൂക്ക് 790. ഡ്യൂക്ക് 790യേക്കാൾ ഒന്നും കൂടി മുകളിലാണ് 890 വന്നിട്ടുള്ളത്. ഡ്യൂക്ക് 390ക്കും 790ക്കും ഇടയിലുള്ള മോഡലുകളൊന്നും ഇന്ത്യയിൽ ഇറക്കിയിട്ടില്ല. 200 മുതൽ ഏകദേശം 790 വരെയുള്ള മോഡലുകൾക്ക് ഏകദേശം സാമ്യതയുണ്ട്. സാമ്യത ഇല്ലാത്തത് കൊണ്ടാവാം മറ്റു മോഡലുകൾ ഇവിടെ ഇറക്കാത്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണെന്നത് എനിക്ക് വലിയ ധാരണയില്ല. ഇപ്പോൾ 890 വന്നിരിക്കുന്നത് 790യോട് വളരെയേറെ സാമ്യത തോന്നിക്കുന്ന ഒരു ലുക്കോട് കൂടിയിട്ടാണ്. പക്ഷെ ലുക്ക് മാത്രമേ സാമ്യത തോന്നിക്കുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഭാഗത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മോഡലാണ് 890യിൽ കൊണ്ടുവന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഇതിനോടനുബന്ധമായ വിവരങ്ങൾ KTM പുറത്തുവിട്ടതാണ്. 2021 അവസാനത്തോടുകൂടി പുറത്തിറക്കുമെന്നാണ് കമ്പനി അവകാശപ്പെട്ടത്. എന്നാൽ 2022 ജൂണിൽ പുറത്തിറക്കുമെന്നാണ് ഇപ്പോൾ കമ്പനി പറയുന്നത്. ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് ആണ് 890യിൽ KTM കൊടുത്തിട്ടുള്ളത്. 790 ഉള്ള സമയത്ത് 890യുടെ ആവശ്യമുണ്ടോ എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ 200 ഉള്ള സമയത്ത് 250യുടെ ആവശ്യം വരുന്നുണ്ട്. അതുപോലെ 250 ഉള്ള സമയത്ത് 390യുടെ ആവശ്യം വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും 790 ഉള്ള സമയത്ത് 890യുടെ ആവശ്യം വരുന്നുണ്ട്. ഇനി വാഹനത്തിന്റെ എഞ്ചിൻ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ 9000 RPMൽ 115.5 bhp പവറും 8000 RPMൽ 92 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന 889cc ടിൻ സിലിണ്ടർ 4 സ്ട്രോക്ക് എഞ്ചിനാണ് ഈ വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഡ്യൂക്ക് 790 അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 10 bhp പവറും 5 Nm ടോർക്കും 890ക്ക് കൂടുതലാണ്. ഇത്രയേറെ വ്യത്യാസമാണ് ഇവിടെ 890 790 തമ്മിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ ഹാൻഡിൽ ബാറിന്റെ സൈഡിലോട്ട് വരികയാണെങ്കിൽ സാധാരണ KTM ബൈക്സിൽ നമ്മൾ കണ്ടിട്ടുള്ള മിററുകൾ തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. ഇതിലൊരു അപ്ഡേറ്റ് കൊണ്ടുവരുന്നത് നല്ലതായിരുന്നു. കാരണം 890cc ഉള്ള ഒരു ബൈക്ക് ആയതുകൊണ്ട് തന്നെ അതിന് എടുത്തു കാണിക്കാൻ വേണ്ടി ഒരു അപ്ഡേറ്റ് നല്ലതായിരുന്നു. കുഴപ്പമില്ല. എന്നിരുന്നാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ മിറർ കാണാനുള്ള ഭംഗിയുള്ള മിററാണ്. പക്ഷെ ഒരു അപ്ഡേറ്റിന്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നു. മീറ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്വിച്ചസോളൊക്കെ ഇവിടെ ഹാൻഡിൽ ബാറിലാണ് കൊടുത്തിട്ടുള്ളത്. 790യിലും 390യിലൊക്കെ കണ്ടതുപോലെയുള്ള ഒരു സിസ്റ്റം തന്നെയാണ് ഇവിടെയും KTM കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് 807 mm ആണ്. 191 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. കൂടാതെ ഇതിന് നല്ലൊരു സോഫ്റ്റ് സ്പ്ലിറ്റഡ് സീറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ 790ക്ക് കൊടുത്തതുപോലുള്ള ഹെഡ്ലൈറ്റ് ആണ്. ബാക്കിലോട്ട് വരികയാണെങ്കിൽ ടെയിൽ ടൈഡും 790ക്ക് കണ്ടതുപോലെ ചെറിയ സാമ്യതയുണ്ട്. എന്നിരുന്നാലും ഈ ഒരു പഴയ 250യിൽ നിന്നും 390യിൽ നിന്നുള്ള വ്യത്യാസം കൊടുക്കുന്നതിൽ വളരെ നന്നായി. ഇൻഡിക്കേറ്റേഴ്സ് സാധാരണ കൊടുക്കുന്നത് പോലെ LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ടാങ്കിന്റെ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ 14 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു ഫ്യൂവൽ ടാങ്ക് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫ്യൂവൽ ടാങ്ക് വലിയ വലുപ്പമൊന്നും തോന്നിക്കുന്നില്ല. എങ്കിൽ പോലും അത്യാവശ്യം ഒരു പരിക്കൻ ടാങ്ക് തന്നെയാണ്. 43 mm WP അപ്പെക്സ് USD ഫോർക്കാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. BS6ഓടുകൂടി 390ക്കും WP അപ്പെക്സ് ഫോർക്കാണ് KTM കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കിലാകട്ടെ WP അപ്പെക്സ് മോണോഷോക്കുമാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. 890 ബ്രേക്ക് സിസ്റ്റത്തെ വളരെയധികം ഇംപ്രൂവ്മെന്റ് ചെയ്തിട്ടുണ്ട്. 300 mm വലിപ്പമുള്ള ഡബിൾ ഡിസ്കോട് കൂടിയ ABS ബ്രേക്കാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സാധാരണ KTM ബൈക്കുകൾക്ക് ഡബിൾ ഡിസ്ക് കണ്ടുവരാറില്ല. 890ക്കാണ് ആദ്യമായി ഡബിൾ ഡിസ്ക് കൊടുത്തിട്ടുള്ളത്. റിയർ ബ്രേക്ക് ആവട്ടെ 240 mm വലിപ്പമുള്ള ABSോട് കൂടിയ ഡിസ്ക് ബ്രേക്കാണ് ബാക്കിൽ നൽകിയിട്ടുള്ളത്. KTM ഇറക്കിയതിൽ വെച്ച് മറ്റു ബൈക്കുകളെ അപേക്ഷിച്ച് തന്നെ സ്റ്റെബിലിറ്റി വളരെ കൂടുതലാണ്. 890ക്കുള്ള വലിയൊരു ഹൈലൈറ്റ്സ് ആണ് ഈ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഈ വണ്ടിക്ക് 4 മോഡ്സ് ആണ് ഉള്ളത്. റൈഡ് മോഡ്, സ്ട്രീറ്റ് മോഡ്, സ്പോർട്സ് മോഡ്, പിന്നെ ട്രാക്ക് മോഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ 790ക്ക് കൊടുത്തതുപോലെ 890ക്കും ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. ഈ വാഹനത്തിന് വില 9-10 ലക്ഷത്തിന് മുകളിലോട്ട് വരാനേ സാധ്യതയുള്ളൂ. താഴോട്ട് വരാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എല്ലാ ഇൻഫർമേഷൻസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ